കാസർകോട്ടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം തീരുമാനിക്കുന്നത് അവിടുത്തെ പള്ളിയിലെ അംഗങ്ങളെ കൂടി ക്ഷണിച്ചുകൊണ്ടാണ്. ക്ഷേത്രത്തിലെ ദൈവങ്ങൾ പള്ളിയിൽ ചെന്ന് എല്ലാവരെയും ക്ഷണിക്കുന്നു. പള്ളിയിൽ ഉറുസ് നടക്കുമ്പോഴാകട്ടെ ക്ഷേത്രത്തിലേക്കും ക്ഷണമയക്കുന്നു. 200-ലേറെ വർഷം പഴക്കമുണ്ട് ഈ ആചാരത്തിന്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഇക്കാലത്ത് പണ്ടത്തെ മനുഷ്യരുടെ ഇത്തരം ചെറിയ കർമ്മങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നതെങ്കിലും നല്ലതല്ലേ? നാട്ടുകാർ ഉദ്യാവരമാട എന്ന് വിളിക്കുന്ന മഞ്ചേശ്വരത്തെ ഈ ക്ഷേത്രത്തിന് 200 വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് കരുതുന്നു. ഉദ്യാവരയുടെ ഐശ്വര്യത്തിനും സുരക്ഷയ്ക്കും കാരണക്കാരായ 3 ദൈവങ്ങളാണ് ഇവിടെ കുടിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പേര് ശ്രീ ദൈവകളു ഉദ്യാവര എന്നാണ്. വിഷു കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടത്തെ ഉത്സവം തീരുമാനിക്കുന്നത്. അന്ന് ക്ഷേത്രത്തിൽ ചില ചടങ്ങുകളുമുണ്ട്. ക്ഷേത്രത്തിലെ ദൈവങ്ങൾ അഥവാ ബണ്ട തെയ്യങ്ങളായി പുറത്തിറങ്ങുന്നു. ഷെട്ടിമാർക്കാണ് ക്ഷേത്രത്തിന്റെ പരമ്പരാഗതമായുള്ള അധികാരം. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം കുറച്ചകലെയുള്ള 1000 ജമാഅത്ത് പള്ളിയിലേക്കാണ് പോകേണ്ടത്. ചുവന്ന ഉടയാടകളും മുല്ലമാലയും അണിഞ്ഞ വെളിച്ചപ്പാടുകൾ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരാണ്. പള്ളിയിലേക്കുള്ള ദൂരമത്രയും വാദ്യമേളങ്ങളുമായി അവർ നടന്നു ചെല്ലുന്നു. ഉദ്യാവര 1000 ജുമാ മസ്ജിദ് എന്നാണ് പള്ളിയുടെ പേര്. പള്ളിയുടെ കവാടത്തിൽ ഭാരവാഹികളും നാട്ടുകാരും കാത്തുനിൽക്കുന്നു. അവർ ക്ഷേത്രപ്രതിനിധികളെ പള്ളിയിലേക്ക് ആനയിക്കുന്നു. പള്ളിമുറ്റത്ത് വെളിച്ചപ്പാടിന്റെ അരുളപ്പാട്. ಮಂಜೇಶ್ವರ ಧರ್ಮದ ಬಾಕಿಲಿಗೆ ಬತ್ತೊಂಡ ಆನಿದತ್ತಿನುಟ್ಟು 14 ಏನ್ಲ ತುಂಬುಗು ಬಬ್ಬರಿಲ್ಲ ಬೇಟಿ ಮನ್ಪವಂದ ಅಲ್ಪೈಂಕಲ ಒಡಂಬಾಡಿಕೆ ಮನ್ಪವಂದು ತುಂಬುಗು ಬಣ್ಣದ ഉത്സവം തീരുമാനിക്കുകയാണ്. ജമാഅത്തിലെ എല്ലാവരും ഉത്സവത്തിന് വരണം. ഞങ്ങൾ ക്ഷണിക്കുന്നു. ഷെയ്ഖുമാരോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അനേകം വർഷങ്ങളായി നടക്കുന്ന ഈ ഉത്സവം ഞങ്ങളുടെ സ്നേഹവും സാഹോദര്യവും അറിയിക്കാനുള്ള അവസരം കൂടിയാണ്. ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ വരും. അപ്പോൾ ഞങ്ങൾ വരുന്നതെല്ലാം അറിയിക്കും. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ചടങ്ങ് വെള്ളിയാഴ്ച ഒരു 1:30 മണിയാകുമ്പോൾ തീരും. ഒരു 1:35 ഇവിടെ വരും. വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാധാരണ എല്ലാ ദിവസവും തമ്മിൽ ബന്ധമുണ്ട് ഇവിടുത്തെ ഇതായിട്ട്. അപ്പോൾ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു വെള്ളിയാഴ്ച വരും. അപ്പോൾ ഒരാടെ എന്ത് യാത്ര ഉത്സവമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ആമന്ത്രണ്ട് നിങ്ങളെല്ലാം ഇത് വേണം, സഹകരണം വേണം. അതുകൊണ്ട് 5 ദിവസം അപ്പോൾ വന്നിട്ട് നിങ്ങൾ വണ്ടിയുണ്ട്. അപ്പോൾ അതിനെല്ലാം വന്നിട്ട് നിങ്ങളെല്ലാം സഹകരണം ഞമ്മക്ക് തരണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരണം. ഞങ്ങൾ ചെയ്യും. മരം കൊണ്ട് നിർമ്മിച്ചിരുന്ന 1000 ജമാഅത്ത് പള്ളി പുതുക്കി പണിതതാണ്. പണ്ടിവിടെ ഏക്കറുകളോളം സ്ഥലത്ത് നെല്ലും തെങ്ങുമൊക്കെ കൃഷി ചെയ്തിരുന്നതായി പഴമക്കാർ ഓർക്കുന്നു. അസൈ ഷഹീദ് വലിയുല്ലാഹിയുടെ ദർഗയും പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഉത്സവത്തിനുള്ള ക്ഷണം സ്വീകരിച്ച ശേഷം നാട്ടുകാരും ജമാഅത്ത് അംഗങ്ങളും ചേർന്ന് ക്ഷേത്രജനങ്ങളെ യാത്രയയക്കുകയാണ്. ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്ന സംഘം ക്ഷേത്രം ഭാരവാഹികളെ വിവരമെല്ലാം അറിയിക്കുന്നു. ക്ഷേത്രത്തിൽ 3 ദൈവങ്ങളാണ്: അണ്ണ, തമ്മ, മുണ്ടത്തായ. ഇതിൽ സഹോദരങ്ങളായ അണ്ണയും തമ്മയും ധർമ്മസ്ഥലത്തു നിന്ന് വന്നതാണ്. മഞ്ചേശ്വരത്തെത്തിയ ഇവർക്ക് സഹായിയായത് മുണ്ടത്തായയാണ്. മുണ്ടത്തായ ഇവരെ അവിടുത്തെ ഐസ്രാൽ ഗുത്തു എന്ന തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയും ഇവർക്കായി ഇവിടെ ക്ഷേത്രം പണിയണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു.
ഉത്സവ ദിവസം ജമാഅത്തിന്റെ പ്രതിനിധികൾ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രമുറ്റത്തെ തറയിൽ ഇരിക്കും. ക്ഷേത്രഭാരവാഹികൾ വലതുവശത്തും ജമാഅത്തുകാർ ഇടതുവശത്തുമായി ഇരുന്ന് ഉത്സവത്തിന് മേൽനോട്ടം നൽകും. ജമാഅത്ത് കമ്മിറ്റി ക്ഷേത്രത്തിലേക്ക് പണവും നെല്ല്, പഴങ്ങൾ തുടങ്ങിയവയും നൽകും. പകരം പള്ളിയിൽ ഉറുസു നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അരി, നെയ്യ്, വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങളും എത്തിച്ചു കൊടുക്കും. മെയ് 8-നാണ് ഇത്തവണത്തെ ഉത്സവത്തിന് കൊടിയേറിയത്. ഉത്സവം 5 ദിവസം ഉണ്ടായിരുന്നു. അന്ന് ദൈവങ്ങളെല്ലാം പുറത്തിറങ്ങുന്നു. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള രഥത്തിൽ അണ്ണ, തമ്മ എന്നീ സഹോദര ദൈവങ്ങളെ എഴുന്നള്ളിക്കുന്നു. അവർ മുഖാമുഖം വന്നു നിൽക്കുകയും തെയ്യങ്ങൾ കെട്ടിയാടുകയും ചെയ്യുന്നു. അന്നത്തെ മറ്റൊരു പ്രധാന ചടങ്ങാണ് ഉത്സവത്തിനെത്തിയ വിശിഷ്ട വ്യക്തികളെ ദൈവത്തിനു പരിചയപ്പെടുത്തൽ. ഉത്സവ ദിവസം തെയ്യം കെട്ടുന്നത് പമ്പത എന്ന സമുദായത്തിൽപ്പെട്ട കലാകാരന്മാരാണ്. അങ്ങനെ സകല ജാതിയുടെയും മതക്കാരുടെയും പങ്കാളിത്തവും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി ഉദ്യാവരയിലെ ദൈവങ്ങൾ സായുജ്യരാവുന്നു എല്ലാ വർഷവും. കാസർകോട്ടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം തീരുമാനിക്കുന്നത് അവിടുത്തെ പള്ളിയിലെ അംഗങ്ങളെ കൂടി ക്ഷണിച്ചുകൊണ്ടാണ്. ക്ഷേത്രത്തിലെ ദൈവങ്ങൾ പള്ളിയിൽ ചെന്ന് എല്ലാവരെയും ക്ഷണിക്കുന്നു. പള്ളിയിൽ ഉറുസ് നടക്കുമ്പോഴാകട്ടെ ക്ഷേത്രത്തിലേക്കും ക്ഷണമയക്കുന്നു. 200-ലേറെ വർഷം പഴക്കമുണ്ട് ഈ ആചാരത്തിന്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഇക്കാലത്ത് പണ്ടത്തെ മനുഷ്യരുടെ ഇത്തരം ചെറിയ കർമ്മങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നതെങ്കിലും നല്ലതല്ലേ? നാട്ടുകാർ ഉദ്യാവരമാട എന്ന് വിളിക്കുന്ന മഞ്ചേശ്വരത്തെ ഈ ക്ഷേത്രത്തിന് 200 വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് കരുതുന്നു. ഉദ്യാവരയുടെ ഐശ്വര്യത്തിനും സുരക്ഷയ്ക്കും കാരണക്കാരായ 3 ദൈവങ്ങളാണ് ഇവിടെ കുടിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പേര് ശ്രീ ദൈവകളു ഉദ്യാവര എന്നാണ്. വിഷു കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടത്തെ ഉത്സവം തീരുമാനിക്കുന്നത്. അന്ന് ക്ഷേത്രത്തിൽ ചില ചടങ്ങുകളുമുണ്ട്. ക്ഷേത്രത്തിലെ ദൈവങ്ങൾ അഥവാ ബണ്ട തെയ്യങ്ങളായി പുറത്തിറങ്ങുന്നു. ഷെട്ടിമാർക്കാണ് ക്ഷേത്രത്തിന്റെ പരമ്പരാഗതമായുള്ള അധികാരം. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം കുറച്ചകലെയുള്ള